ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസും സൈന്യവും CJPയുടെ പ്രതിഷേധം നടക്കുന്ന സമരപ്പന്തൽ പൊളിക്കുകയാണ്. പോലീസും വിദ്യാർത്ഥികളും ഇപ്പോഴും നേർക്കുനേർ നിൽക്കുകയാണ്. ദില്ലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായി മനസ്സിലാക്കുകയാണ് നമ്മൾ. സമരപ്പന്തൽ പൊളിക്കുകയാണ്. ഈ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് ഉടനീളം പോലീസും സൈന്യവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദില്ലിയിൽ നിന്നുള്ള പുതിയ ദൃശ്യങ്ങൾ വരുമ്പോൾ സംഘർഷ സാഹചര്യം തുടരുകയാണ്. അവിടെ ഏറെ കലുഷിതമാണ് രാജ്യ തലസ്ഥാനം. PR സുനിൽ ചേരുന്നു. സുനിൽ, വീണ്ടും അടിച്ചമർത്താനുള്ള ശ്രമം. റോഷ്നി, തീർച്ചയായും സമരം അവസാനിപ്പിക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. ദില്ലി പോലീസും കേന്ദ്രസേനയും തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ ജന്തർ മന്ദറിൽ കഴിഞ്ഞ 22 ദിവസമായി തുടരുന്ന സമരത്തിന്റെ പന്തൽ, അതായത് സോനം വാങ്ചുക്ക് നിരാഹാരമിരുന്ന, അഭിജിത് ദീപ്കെ നിരാഹാരമിരുന്ന സമരപ്പന്തൽ, ജന്തർ മന്ദറിലെ സമരപ്പന്തൽ ഇപ്പോൾ പോലീസ് പൊളിച്ചു മാറ്റുകയാണ്. പോലീസ് ആ സമരപ്പന്തൽ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഈ സമരം തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള, അടിച്ചമർത്താനുള്ള നീക്കത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. രാവിലെ മുതൽ കാണുന്ന പ്രതിഷേധ സംഘർഷ കാഴ്ചകളാണ് പാർലമെന്റിന് ചുറ്റും. ഇപ്പോഴും ആ പ്രതിഷേധക്കാരൊക്കെ തന്നെ അതേപോലെ ആ മേഖലകളിൽ തമ്പടിച്ച് നിൽക്കുകയാണ്, അവിടെ തുടരുകയാണ്. അവരെ അവിടെ നിന്ന് നീക്കാൻ പോലീസും കേന്ദ്രസേനയും ഒക്കെ പണിപ്പെടുന്നത് കാണാമായിരുന്നു. കണ്ണീർ വാതകം പ്രയോഗിച്ചു, ജലപീരങ്കി ഉപയോഗിച്ചു, ലാത്തിചാർജ് നടത്തി. പക്ഷേ എന്നിട്ടും പിന്മാറാതെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട്, നീറ്റ് പരീക്ഷാ തട്ടിപ്പടക്കമുള്ളവയിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരക്കാർ തുടരുന്ന കാഴ്ചയായിരുന്നു. ഏതായാലും ഇപ്പോൾ സമരം സംഘർഷമായി മാറിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ സമരപ്പന്തലടക്കം പൊളിച്ചു നീക്കി ഈ സമരത്തെ പൂർണ്ണമായി അടിച്ചമർത്താനുള്ള നീക്കത്തിലേക്ക് പോലീസ് ഇപ്പോൾ നീങ്ങുകയാണ്. 50 പേരെ ഇതിനകം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെയും പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നുവെന്ന പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സമരത്തിന്റെ മുൻനിരയിൽ നിന്നിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ, CJPയുടെ സ്ഥാപകനെ അടക്കം കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഈ സമരത്തെ പൂർണ്ണമായി അടിച്ചൊതുക്കാനുള്ള, അടിച്ചമർത്താനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര പോലീസ് കടന്നിരിക്കുകയാണ്. കേന്ദ്ര സേന കടന്നിരിക്കുകയാണ്. ദില്ലി പോലീസ് കടന്നിരിക്കുകയാണ്. ജന്തർ മന്ദറിലെ സമരപ്പന്തലും ഇപ്പോൾ പൊളിച്ചു നീക്കുകയാണ്. സമരപ്പന്തൽ പൊളിച്ചു നീക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കുന്നു. അങ്ങനെ ആ മേഖലയിൽ നിന്നൊക്കെ തന്നെ വിദ്യാർത്ഥികളെ, യുവാക്കളെ, പ്രതിഷേധക്കാരെ, സമരക്കാരെ പൂർണ്ണമായി നീക്കാനുള്ള പോലീസ് നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഒരുപക്ഷെ രാത്രി നീളെ ഈ പോലീസ് നടപടി അവിടെ തുടരാനുള്ള സാധ്യതയുണ്ട്. അതിനെ എങ്ങനെയായിരിക്കും ഈ പ്രതിഷേധക്കാർ നേരിടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. RAFിൻ്റെയും CRPFിൻ്റെയും BSFിൻ്റെയും ഡൽഹി പോലീസിൻ്റെയും ഒക്കെ തന്നെ വലിയ സംഘങ്ങളാണ് ഇപ്പോൾ പാർലമെന്റിന് ചുറ്റും കാവൽ നിൽക്കുന്നത്. പാർലമെന്റിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട എല്ലാ റോഡുകളിലും ഇപ്പോൾ സമരക്കാരുടെ നിറഞ്ഞ സാന്നിധ്യം തന്നെയാണ്. അത് പാർലമെന്റ് സ്ട്രീറ്റിലായിക്കോട്ടെ, തൊട്ടടുത്തുള്ള റൈസ്ന കുന്നിലെ റോഡുകളിലായിക്കോട്ടെ, പാർലമെന്റിന് പുറകുവശത്തുള്ള ഗുരുദ്വാര റക്കബ്ഗഞ്ച് മാർഗിലായിക്കോട്ടെ, എല്ലായിടത്തും യുവാക്കളുടെ പ്രതിഷേധ നിരയാണ്. എല്ലാ റോഡുകളിലൂടെയും പ്രതിഷേധക്കാർ പാർലമെന്റിലേക്ക് എത്തുകയാണ്. ദില്ലിയിൽ നിന്ന് മാത്രമല്ല, ദില്ലിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമല്ല, ദില്ലി അതിർത്തിയിൽ നിന്ന്, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒക്കെയുള്ള യുവാക്കൾ ഈ സമരത്തിന്റെ ഭാഗമായി എത്തിയിരിക്കുന്നു. മാത്രമല്ല, യുവാക്കളുടെ ഈ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും അതുപോലെ കോൺഗ്രസും ഒക്കെ തന്നെ, ഇടതുപക്ഷ പാർട്ടികളുമൊക്കെ തന്നെ സജീവമായി രംഗത്തുണ്ട്. അപ്പോൾ അങ്ങനെ സമരം കൂടുതൽ ശക്തമാവുകയാണ്. സമരക്കാരെ ഇപ്പോൾ പോലീസ് ലാത്തി പ്രയോഗം നടത്തുന്നത് കാണാം. അവരെയൊക്കെ തന്നെ ആ നിലയിൽ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയാണ്. പലരും നിന്ന് തല്ലുകൊള്ളുകയാണ്. എന്നെ തല്ലിക്കോളൂ, മാറില്ല, ഇവിടെ തന്നെ നിൽക്കും, ഞങ്ങൾക്ക് നീതി വേണം എന്നാവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ കൂടി വരികയാണ്. ഇപ്പോൾ ഈ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ജന്തർ മന്ദറിലെ സമരപ്പന്തൽ ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കൂടി പോലീസ് നീങ്ങുകയാണ്, കേന്ദ്രസേന നീങ്ങുകയാണ്. യുവാക്കളൊക്കെ തന്നെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഈ സമരം ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ട് പോവുക? ഇപ്പോൾ കാണുന്ന ബസ് എന്നത് ഈ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാൻ പോലീസ് കൊണ്ടുവന്ന ബസ്സാണ്. ആ ബസ് പാർലമെന്റിനെ തൊട്ടടുത്തുള്ള റോഡിൽ കുറുകെ നിർത്തിക്കൊണ്ട് സമരക്കാരെ തടയാനാണ് പോലീസ് ശ്രമിച്ചത്. ആ ബസ്സിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ആ നിലയിൽ കൂടുതൽ ശക്തമായി തന്നെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നു. പലയിടങ്ങളിലും കണ്ണീർ വാതകം ഇപ്പോഴും പ്രയോഗിക്കുന്നുണ്ട്. അതിനിടയിൽ സമരപ്പന്തലുകൾ പൊളിച്ചു നീക്കുന്ന നടപടികളിലേക്കും പോലീസ് നീങ്ങുകയാണ്. സുനിൽ, രമ്യമായി ഇത് പരിഹരിക്കാമെന്നുള്ള ഒരു ആലോചനയും കേന്ദ്രത്തിനില്ല എന്നുള്ളതാണ് നമുക്ക് ഈ നിമിഷത്തിൽ മനസ്സിലാകുന്നത്, അല്ലേ?
റോഷിനി അങ്ങനെ തന്നെ വിലയിരുത്തണം. ഈ വിഷയത്തിൽ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. ഈ സമരം നടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നത് മത്സര പരീക്ഷകളിൽ, പ്രത്യേകിച്ച് നീറ്റ് പോലുള്ള പരീക്ഷകളിൽ, പ്രവേശന പരീക്ഷകളിൽ വലിയ തട്ടിപ്പ് നടക്കുകയാണ്. നീറ്റ് പ്രവേശന പരീക്ഷയിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുമ്പോൾ ആ വിദ്യാർത്ഥികൾ വലിയ പ്രതീക്ഷയോടെ എഴുതുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചിലരിലേക്ക് മാത്രം ചോർന്നു കിട്ടുന്നു. ആ ചോദ്യപേപ്പർ ചിലരിലേക്ക് ചോർന്നു കിട്ടിയത് എങ്ങനെ? അവിടെ ഒരു പരീക്ഷാ തട്ടിപ്പ് നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ CBSE മൂല്യനിർണ്ണയത്തിൽ പാകപ്പിഴകൾ സംഭവിക്കുന്നു. അത് അംഗീകരിക്കാൻ CBSE തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെയാണ് മറ്റ് മത്സര പരീക്ഷകളുടെ കാര്യത്തിലൊക്കെ തന്നെ സംഭവിക്കുന്നത്. അതിനിടയിൽ ഈ മത്സര പരീക്ഷകളെല്ലാം തന്നെ ഏകോപിപ്പിക്കാനുള്ള പുതിയ സംവിധാനം കൊണ്ടുവരാനുള്ള പാർലമെന്റിലെ നീക്കം കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്നു. അപ്പോൾ ഇവിടെ വലിയ പ്രതിഷേധമുയരുമ്പോഴും സംശയമുയരുമ്പോഴും ഇതിനൊക്കെ തന്നെ നേതൃത്വം നൽകുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ തൊടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? വലിയ ചോദ്യമാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത്. അതിന് മറുപടി പറയാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. വിദ്യാർത്ഥികളുടെ ഈ ആവശ്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ഈ സമരക്കാരുടെ സംഘടന സമരപ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമായും അവർ മുന്നോട്ട് വെച്ച ആവശ്യം എന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയാണ്. രണ്ടാമത്തെ ആവശ്യം ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾ, പരീക്ഷയെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾ രാജ്യത്ത് ആത്മഹത്യ ചെയ്തിരുന്നു. അവരുടെ കുടുംബത്തിന് സഹായം വേണം. കുടുംബാംഗങ്ങളെ സഹായിക്കാൻ 1 കോടി രൂപയുടെ ധനസഹായം നൽകണം. അതുപോലെ തന്നെ സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണം. സോനം വാങ്ചുക്ക് ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. ദില്ലിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിലാണുള്ളത്. അപ്പോൾ ഈ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചർച്ച നടന്നത്. 3 ആവശ്യത്തോടും കേന്ദ്ര സർക്കാർ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഈ സമരത്തെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നേരിടുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഈ സമരത്തിന് കീഴ്പ്പെടാൻ തയ്യാറല്ല എന്ന സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ്. PR സുനിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക്